ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടുള്ള ഒരു നീതിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിർവഹിച്ചത്. അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനോട് പകരം വീട്ടാൻ വേണ്ടി മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയ ശ്രീ ഗണേഷ് കുമാർ തന്റെ പ്രതികാര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു നീക്കമായിരുന്നു ആ കത്തിന്റെ പിന്നിൽ നിന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. എന്നാൽ കോടതി വിശ്വാസമുണ്ട്, സത്യം പുറത്തു വരും, എന്നായാലും കുറ്റവാളി ശിക്ഷിക്കപ്പെടും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതാ നായരുടെ വിവാദമായ കത്തിന്റെ സ്ഥിതി സംബന്ധിച്ച് സുധീർ ജേക്കബ് നൽകിയ ഒരു ഹർജി വിചാരണയിലിരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ സാക്ഷിയായി മൊഴിയെടുക്കാൻ വന്നതാണ്. ഈ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എത്ര കാലം മുമ്പോട്ട് പോയാലും സത്യം വിജയിക്കും. സത്യം മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. ഉമ്മൻചാണ്ടിക്കെതിരായ ഉണ്ടായ വളരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ അത് സരിതയുടെ കത്തിൽ 21 പേജായ ആദ്യത്തെ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്താണ് ആ പരാമർശം എഴുതി ചേർത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ കുറ്റവാളിയാക്കി റിപ്പോർട്ട് കൊടുത്തത്. അത് ഹൈക്കോടതി അസാധുവായി കഴിഞ്ഞു. പക്ഷെ എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിയോടുള്ള, ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടുള്ള ഒരു നീതിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിർവഹിച്ചത്. അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനോട് പകരം വീട്ടാൻ വേണ്ടി മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയ ശ്രീ ഗണേഷ് കുമാർ തന്റെ പ്രതികാര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു നീക്കമായിരുന്നു ആ കത്തിന്റെ പിന്നിൽ നിന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. എന്നാൽ കോടതി വിശ്വാസമുണ്ട്, സത്യം പുറത്തു വരും, എന്നായാലും കുറ്റവാളി ശിക്ഷിക്കപ്പെടും. ഇതാണ് എനിക്ക് പറയാനുള്ളൂ.